ക്യാപ്ഷൻസ് ആനിമേറ്റ് ചെയ്യുന്ന ഒരു ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ബട്ട് നമുക്ക് 3 to 4 ക്ലിക്സിനുള്ളിൽ ക്യാപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ആനിമേറ്റ് ചെയ്യാനും പറ്റും യൂസിങ് ആൻ AI ടൂൾ കോൾഡ് Brividi. ഫസ്റ്റ് നമുക്ക് ഈ ടൂള് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം ആൻഡ് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്രോ വേർഷൻ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ലിങ്ക് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ എക്സ്ട്രാ 10% ഓഫ് കിട്ടുന്നതായിരിക്കും. ദെൻ പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്യുക. ഇവിടെ വിൻഡോസിൽ എക്സ്റ്റൻഷൻസിൽ Brividi വന്നിട്ടുണ്ടാവും, അത് സെലക്ട് ചെയ്താൽ മതി. ആൻഡ് ഇവിടെ ഞാൻ പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോയും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് Brividi പ്ലഗിനും ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്ലഗിൻ ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് ഓട്ടോ കട്ട്, 2 ക്യാപ്ഷൻസ്. ആൻഡ് ഓട്ടോ കട്ടിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് ഇവിടെ നമ്മൾ ക്യാപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം വീഡിയോയിൽ ഇൻ പോയിന്റും ഔട്ട് പോയിന്റും സെലക്ട് ചെയ്യണം. ആ ഏരിയയിലായിരിക്കും ക്യാപ്ഷൻസ് ക്രിയേറ്റ് ആവുക. സോ ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിലേക്ക് പ്ലേ ഹെഡ് കൊണ്ടുവന്നിട്ട് ഐ പ്രസ് ചെയ്യുവാണ് ഇൻ പോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ആൻഡ് എൻഡിങ്ങിലേക്ക് പോയിട്ട് O പ്രസ് ചെയ്യുവാണ് ഔട്ട് പോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി നമുക്കിവിടെ ക്യാപ്ഷൻസ് സെലക്ട് ചെയ്യാം. സോ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് ആൻഡ് അതുപോലെ ഈ ക്യാപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് എന്തായാലും ഇവിടെ കാണിക്കും. ദെൻ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് ക്യാപ്ഷൻ സ്റ്റൈൽ. ഇവിടെ കുറേ ക്യാപ്ഷൻ ആനിമേഷൻസ് ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. കണ്ടോ, കുറേ ആനിമേഷൻസ് ഉണ്ട്, ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആക്യുറേറ്റ് ഉണ്ട് ആൻഡ് ഓൾസോ ഫാസ്റ്റ് ഉണ്ട്. ഫാസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ആൻഡ് ആക്യുറേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാൻ കുറച്ച് താമസം എടുക്കും, ഒത്തിരി താമസം എടുക്കത്തില്ല, ബട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഞാൻ സെലക്ട് ചെയ്യുവാണ്. ദെൻ ഇവിടെ നമുക്ക് ഓട്ടോ ഡിറ്റക്ട് ലാംഗ്വേജ് ഉണ്ട്. സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ലാംഗ്വേജ് ഡിറ്റക്ട് ചെയ്തോളും. അതല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാനുവലായിട്ട് സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ കുറേ ലാംഗ്വേജസ് അവൈലബിൾ ആണ്. ഈവൻ മലയാളവും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇതുകൊണ്ട് മലയാളം അവൈലബിൾ ആണ്. ആൻഡ് ഇവിടെ ഞാൻ ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യുവാണ്, ബിക്കോസ് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങളുടെ വീഡിയോയിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുവാണ് ആൻഡ് മോഡിൽ ആക്യുറേറ്റ് സെലക്ട് ചെയ്യുവാണ്. ദെൻ നമുക്ക് ക്രിയേറ്റ് സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ ഓഡിയോ ഫയൽ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യും, ദെൻ ട്രാൻസ്ക്രൈബ് ചെയ്യും, ദെൻ നമുക്ക് ക്യാപ്ഷൻസ് ആയിട്ട് തരും. സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ ക്യാപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. A lot of people don't know that I'm actually the podcast guy. We've been posting videos recently about subtitles and caption tutorials, and those have blown up on our YouTube channel. So we figured, why not spend the next 3 months? സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ക്യാപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനും അത് ആനിമേറ്റ് ചെയ്യാനും പറ്റും. ആൻഡ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്യാപ്ഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വേർഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ടൈപ്പ് ടൂൾ എടുക്കാം, T. ദെൻ ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ ഏരിയ ഓപ്പൺ ആയിട്ട് വരും. ദെൻ നമുക്കിവിടെ വന്നിട്ട് വേണ്ട ചേഞ്ചസ് കൊടുക്കാവുന്നതാണ്. ദെൻ നമുക്ക് വേണ്ട ചേഞ്ചസും കാര്യങ്ങളും വരുത്താവുന്നതാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ആനിമേഷൻസിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം മാറ്റണമെങ്കിൽ നമുക്കിവിടെ സ്റ്റൈൽ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്കിവിടെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. മിഡിലുണ്ട്, ടോപ്പ് ഉണ്ട്, ബോട്ടം ഉണ്ട്, എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് പാഡിങ് അഡ്ജസ്റ്റ് ചെയ്യാം, സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാം, ആനിമേഷൻ്റെ ഇൻറ്റൻസിറ്റി, സ്പീഡ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഡിഫറെൻറ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് കണ്ടോ, നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഏതെങ്കിലും വേറൊരു ഫോണ്ട് കൊടുക്കുവാണ്. ഇത് കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ഫോണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഏരിയയിൽ കൊടുത്ത് നോക്കാം. ഇത് കണ്ടോ, ഫോണ്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. സ്റ്റൈൽ അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് ടെക്സ്റ്റിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താമോ ആ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ടെക്സ്റ്റിൻ്റെ കളറ്, സ്ട്രോക്കിൻ്റെ കളറ്, ഇത് കണ്ടോ. അതുപോലെ ആക്റ്റീവ് ടെക്സ്റ്റിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങൾ, അതിൻ്റെ ആനിമേഷൻ്റെ ഇൻറ്റൻസിറ്റി, സ്പീഡ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ആക്റ്റീവ് ടെക്സ്റ്റിൻ്റെ കളർ യെല്ലോ ആണ്. നമുക്കത് മാറ്റണമെങ്കിൽ ഇത് കണ്ടോ, മേ ബി ബ്ലൂ കൊടുത്ത് നോക്കാം. സെലക്ട് കൊടുക്കാം. ഇത് കണ്ടോ, ബ്ലൂ ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എല്ലാം റിയൽ ടൈമിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ നമ്മൾ ഏതെങ്കിലും ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കളർ ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ യെല്ലോ ആണ് കൊടുത്തിട്ടുള്ളത്, നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. ഓക്കെ, ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുവാണ്. ആൻഡ് നമുക്ക് ഏതെങ്കിലും ഏരിയ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റാറിൻ്റെ ഒരു ഐക്കൺ കാണാം, അത് സെലക്ട് ചെയ്യാം. സജസ്റ്റ് ഹൈലൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടെക്സ്റ്റ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ആ ഏരിയ യെല്ലോ ആയിട്ട് വന്നിട്ടുണ്ട്. പ്ലേ ചെയ്ത് കാണിക്കാം. ഓക്കെ, സോ ആ ഏരിയ ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ആൻഡ് നമുക്ക് മാനുവലായിട്ട് ഏതെങ്കിലും ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്റ്റാർ ടൂൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇങ്ങനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് നമ്മൾ ഓട്ടോ കട്ടിൽ നോക്കിയ പോലെ തന്നെ ഇവിടെ നമുക്ക് ക്ലിപ്സ് സജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇമോജിസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ക്ലിപ്സ് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്യാമറയുടെ ഐക്കൺ സെലക്ട് ചെയ്യുക. സജസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ടെക്സ്റ്റ് അനലൈസ് ചെയ്തിട്ട് ക്ലിപ്സ് സജസ്റ്റ് ചെയ്തോളും. ഒന്ന് വെയിറ്റ് ചെയ്യാൻ, ലോഡ് ആകുന്നോടം വരെ. ആൻഡ് ക്ലിപ്സ് ഇവിടെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആൻഡ് വീഡിയോ ഓക്കെ ആണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട്, അത് സെലക്ട് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തോളും. ഇങ്ങനെ നമുക്ക് മാനുവലായിട്ട് എല്ലാ സ്ഥലത്തും പോയിട്ട് ഡൗൺലോഡ് ചെയ്യണമെന്നില്ല. അതിന് പകരം ഇവിടെ നമുക്കൊരു ആരോ കാണാം, അത് സെലക്ട് ചെയ്യുക. ആൻഡ് ഇവിടെ ഇമ്പോർട്ട് പെൻഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി.
എല്ലാ വീഡിയോസും ഡൗൺലോഡായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ടൈം ലൈനിൽ പ്ലേസ് ആയിക്കോളും. അതും റിയൽ ടൈമിൽ. ഇത് കണ്ടോ, വീഡിയോസ് എല്ലാം പ്ലേസ് ആയിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സജസ്റ്റ് ഇമോജീസ് സെലക്ട് ചെയ്തിട്ട് ഇമോജീസ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഓട്ടോ കട്ടിൻ്റെ വീഡിയോയിൽ നോക്കിയതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നമുക്ക് ലൈൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ 1 ലൈൻ വേണമെങ്കിൽ 1 കൊടുക്കാം. ആൻഡ് ഓൾസോ ക്യാരക്ടേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഇപ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സേ വരുന്നുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ബ്രിവിഡി പ്ലഗിൻ ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്.